അടയ്ക്ക ഹായ്, ഞാൻ ഷമീം. ഇന്നത്തെ എപ്പിസോഡ് നല്ല ബ്രേക്ക്ഫാസ്റ്റ്. അനൂഷ് രാവിലെ തന്നെ എണീറ്റ് കുളിച്ച് റെഡിയായി. കുട്ടപ്പന എപ്പോൾ എണീറ്റാട് കുളിക്കണം അല്ലേ? കുറച്ച് മടിയിലുണ്ടാവും, എന്നാലും എണീറ്റ് കുളിപ്പിക്കും അല്ലേ? ആ അപ്പോൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ്, മുട്ട വെച്ചിട്ടുള്ള നല്ല ബ്രേക്ക്ഫാസ്റ്റ്. അനൂഷിന് മുട്ട തിന്നണല്ലേ? ആ, അപ്പോൾ പിന്നെ ഈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, നമുക്ക് ഈസി ആയിട്ട് ഒരു വൺ പോട്ട് ഡിഷ് എന്നുള്ള നിലക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. നമുക്ക് സെർവ് ചെയ്യുമ്പോഴും അതേപോലെ എന്തിലാണോ ആക്കുന്നത് അതേപോലെ സെർവ് ചെയ്യാനും പറ്റും. എന്നിട്ട് അവിടെ തന്നെ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന, അതിനകത്ത് തന്നെ മുക്കിയിരുന്നിട്ട് കഴിക്കുന്ന ഒരു തീം, ആ തീമിലുള്ള ഒരു ഡിഷാണ് പിന്നെ ഷക്ഷുക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഡിഷ്. പിന്നെ എന്താ പറയുക, ടർക്കിഷ് അങ്ങനെയൊക്കെ ഉള്ള ഡിഷുകളുടെ ഒരു ചെറിയ റെസിപ്പിയിൽ ചെറിയ വ്യത്യസ്തമായിട്ടുള്ള എൻ്റേതായിട്ടുള്ള റെസിപ്പിയിലാണ് ചെയ്യാൻ പോകുന്നത്. അബ്ബ തന്നെ പറയുന്നത് ഇതാ, അബ്ബാടുന്ന എല്ലാവർക്കും നല്ല ശക്തി കേൾക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കുന്ന പോവാ. നല്ല ഈസി എമ്മി ടേസ്റ്റി അല്ലേ? അപ്പോൾ നമുക്ക് എന്നാൽ ഉണ്ടാക്കുന്നതിലേക്ക് പോവാ. അനൂഷ് ഉണ്ടാക്കുമോ? ചൂട് കൈ പൊള്ളൂന്ന്. അപ്പോൾ ഓക്കെ, എന്നാൽ നമുക്കെന്നാൽ കുക്കിങ്ങിൻ്റെ പാർട്ടിലേക്ക് പോവാം അല്ലേ? അപ്പോൾ ഓക്കെ, നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിലുള്ള ഐറ്റം ഇതാ, ചെറിയ തക്കാളി. കണ്ട, ഇത് എൻ്റെ വിരലിൻ്റെ ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? ചെറിയ വെച്ചാൽ ഇതിന് ബേബി ടൊമാറ്റോ കേട്ടോ. ബേബി ടൊമാറ്റോ നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നത്. ഇത് നേരെ ഹാഫാക്കി എടുക്കുക. ഇതാ ഈ രീതിയിൽ. ഇത് പൊതുവേ നമ്മുടെ സാലഡ്സിനൊക്കെ യൂസ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതിനെക്കൊണ്ട് ചെറിയൊരു കുക്കിംഗ്. ഇതാ, ഇത് നമുക്ക് വെറുതെ എടുത്ത് കഴിക്കാം. ബേബി ടൊമാറ്റോ, നിങ്ങൾ ബേബി ടൊമാറ്റോ കിട്ടിയാൽ അതന്നെ ചെയ്യുക. അതല്ലെങ്കിൽ നോർമൽ ടൊമാറ്റോ, നല്ല റെഡിഷ് കുറച്ച് നല്ല ചെറുതായിട്ടുള്ള ടൊമാറ്റോ എടുത്താൽ മതി. ഇതേ മെത്തേഡിൽ തന്നെ ചെയ്യാം. ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കട്ടെ നമുക്കെല്ലാം. അപ്പോൾ നമ്മൾ ഇതാ ടൊമാറ്റോ എല്ലാം കട്ട് ചെയ്തു, എല്ലാം റെഡി. ബേബി ടൊമാറ്റോ. അതിനടുത്ത് നമുക്കിത് ഗാർലിക് ഉണ്ട്. ഗാർലിക്ക് ഞാൻ ഒന്നുമില്ല, ജസ്റ്റ് ഇതിങ്ങനെ ഹാഫ് പീസസ് ആക്കിയിട്ട് എടുക്കുകയാണ്. അധികം ഇല്ല കേട്ടോ, ഒരു 5-6 എടുക്കുന്നുള്ളൂ. ഇവിടെ കുറേ ഉണ്ടെങ്കിലും ഇതാ ഓക്കെ. അപ്പോൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞാൽ പാനിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണേ. പിന്നെ അതിലേക്ക് നമ്മൾ ഗാർലിക് കേട്ടോ, ഗാർലിക് ഇടാം, ഒന്ന് സോട്ട് ചെയ്യുക. ഷക്ഷുക്ക എന്ന് പറഞ്ഞിട്ട് ഒരു ഡിഷ് ഉണ്ട്, പക്ഷേ അതിനോടൊരു സാമ്യമായിട്ടുള്ള ഒരു ഡിഷാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മൾ ടൊമാറ്റോ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഫുള്ളായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ പിന്നെ കണക്കാക്കിയിട്ട് നിങ്ങൾ ഇപ്പോൾ ബേബി ടൊമാറ്റോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ പിന്നെ ചെറിയ ടൊമാറ്റോ വലിയ ടൊമാറ്റോ, അതിൽ ചെറുത് നല്ല റെഡിഷ് ആയിട്ടുള്ള ടൊമാറ്റോ എടുത്താലും മതി. അപ്പോൾ ടൊമാറ്റോയിൽ ഇട്ടതിന് ശേഷം ഇത് ഇടുന്നത് തൈം, ഫ്രഷ് തൈം ആട്ടോ ഇത്. ആ തൈം നിങ്ങളടുത്ത് ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ഇടാം. അതല്ലെങ്കിൽ പിന്നെ ഹേർബ്സാണ് ഇത്. പല ചിലർക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഡ്രൈ ആണെങ്കിൽ ഡ്രൈ ആയാലും കുഴപ്പമില്ല. ഇത് ഓരോ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അവിടുന്ന് നമ്മളെ ടൊമാറ്റോ ഒന്ന് കുക്കാവട്ടെ. ആ കുക്കാകുന്നതിൻ്റെ ഇടയിൽ തന്നെ ഞാനിപ്പോൾ ഇതാ നമ്മുടെ ഒനിയൻ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ചെറിയ ഡൈസ് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അത് ഓരോ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് പിന്നെ ഇതാ പെപ്പർ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് ഇട്ട് കൊടുക്കാം. ക്രഷ് പെപ്പർ ആയിരിക്കണേ. അതേപോലെ തന്നെ ഇത്തിരി പാപ്രിക്ക പൗഡർ ഉണ്ട്. പാപ്രിക്ക പൗഡർ അല്ലെങ്കിൽ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറും ഇത്തിരി കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ആയി, ചെറിയ പേരിന് കേട്ടോ, കണ്ടില്ല ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ടിട്ടുള്ള. പിന്നെ പച്ചമുളക് നമ്മുടെ സ്പൈസിക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. സാധാരണ ഇടണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. നമുക്കിവിടെ ചെറിയൊരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സോട്ട് ചെയ്തിട്ട് ഒന്നുമില്ല കേട്ടോ. അതിങ്ങനെ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് ഇങ്ങനെ കുക്കായി വരുന്നുണ്ട്. അതിൻ്റെ അകത്തു നിന്നുള്ള വെള്ളവും കുറച്ച് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഞാൻ മുട്ട ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ. ഓരോ ഭാഗത്തായിട്ട് നമുക്ക് ഒഴിക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ബട്ടർ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, ബട്ടറിൻ്റെ അളവ് കേട്ടോ. ഇത് ഓരോ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഫ്രഷ് ക്രീം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഒഴിക്കാനുണ്ട്. ഇതാ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടുക. പിന്നെ അതുപോലെ തന്നെ പെപ്പറും നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കൊടുക്കാം. പെപ്പറും കൂടെ ഇതാ ഞാൻ ഒന്നൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം ഇതാ ഇതിൻ്റെ അവിടെ ഇവിടെ എല്ലായിട്ട് ഇങ്ങനെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഈ രീതിയിൽ. അപ്പോൾ നമ്മളെ മുട്ടയും അവിടുന്ന് സ്ലോ കുക്കിംഗ് ആണ്. ഞാൻ ഫ്ലെയിം വളരെ കുറച്ചിട്ടാണ് ഉള്ളത്. നമ്മൾ അവിടുന്ന് ഇപ്പോൾ എല്ലാം കുക്കാവും ചെയ്യും. നല്ല ഫ്ലേവറിൽ ഇത് സെറ്റായി വരികയും ചെയ്യും.
ഈ ഡിഷ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി പിന്നെ നിങ്ങൾക്ക് നമ്മുടെ സാധാ ടൊമാറ്റോ ചെയ്യുന്നവരടുത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് ടൊമാറ്റോ നല്ല ഗ്രില്ലായിട്ട് തന്നെ യൂസ് ചെയ്യണം. ഗ്രില്ലായതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഇത്ര ഫുൾ കുക്കാക്കി എടുക്കേണ്ടവർക്ക് ഫുൾ കുക്കാക്കി എടുക്കാം. ഞാൻ ഇപ്പോൾ ഫുൾ കുക്കല്ല, ഈ ഒരു രീതിയിലുള്ള കുക്കിംഗ് ആക്കിയിട്ട് എടുക്കുന്നത്. ഇനി നമുക്കിത് ഇതേപോലെ സെർവ് ചെയ്യുക പറഞ്ഞാൽ ഇത് പ്ലേറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ കൂടെ നമ്മൾ ബ്രെഡ് ഞാനിപ്പോൾ ഇതവിടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ഉണ്ട്, ടോസ്റ്റ് ചെയ്ത ബ്രെഡും ഇതും കൂടെ കൂട്ടിയിട്ട് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മളെ പിന്നെ ഈ ഒരു ഡിഷ് ഉണ്ടല്ലോ, പൊതുവേ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ പലയാളും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരുപാട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം ഓരോ ഓട്സിലും ഇതിലൊക്കെ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ മുട്ടനെ കൊണ്ട് ഒരുപാട് കറികൾ, മുട്ട റോസ്റ്റുകൾ, മുട്ട തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള, പാലുകൾ ഒഴിച്ചിട്ടുള്ള, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ കോമ്പിനേഷൻസാണ്. അതേപോലെ ഈസി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഞാനിപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോയും അതേപോലെ തന്നെ തൈമുമാണ് നമ്മുടെ ഈ മുട്ടയ്ക്ക് കൊടുക്കുന്ന ഫ്ലേവർ. ബാക്കി അതിൻ്റെ കൂടെ വരുന്ന പെപ്പറും മറ്റുള്ളതൊക്കെ ഒരു അഡീഷണൽ സാധനങ്ങളാണ്. ഇത് തൈം ഉണ്ടല്ലേ, തൈം നിങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളടുത്തുള്ള ഹേർബ്സ് ഏതാണോ ആ ഹേർബ്സ് നിങ്ങൾ പിന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുക. അത് ഡ്രൈ ആയാലും മതി, അതല്ല ഫ്രഷ് ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല, അത് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നമ്മളെപ്പോഴും ബ്രെഡ് തന്നെയാണ്. എന്നുവെച്ചാൽ ബ്രെഡ്, അതുപോലെ തന്നെ ചപ്പാത്തി, അങ്ങനെയുള്ള സാധനങ്ങൾ എന്നുവെച്ചാൽ മൈദ അല്ലെങ്കിൽ വീറ്റ്, ഇത് കൊണ്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ടുള്ള ആയിട്ടാണ് പൊതുവേ ഫ്ലേവർ. ഇതാ കണ്ടോ, തക്കാളി നല്ല കുക്കായി വന്നിട്ടുണ്ടോ, ബേബി ടൊമാറ്റോ എൻ്റെ വായിലിപ്പം തന്നെ വെള്ളം വന്നിട്ടാ. അപ്പോൾ നമ്മളെ പിന്നെ ഈ ഒരു ഡിഷ് ഉണ്ടല്ലോ, പൊതുവേ നമ്മുടെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ പലയാളും ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ ഒരുപാട് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ പ്ലേലിസ്റ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു പ്ലേലിസ്റ്റ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാം ഓരോ ഓട്സിലും ഇതിലൊക്കെ ചെയ്ത ബ്രേക്ക്ഫാസ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന നമ്മൾ മുട്ടനെ കൊണ്ട് ഒരുപാട് കറികൾ, മുട്ട റോസ്റ്റുകൾ, മുട്ട തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള, പാലുകൾ ഒഴിച്ചിട്ടുള്ള, ഇങ്ങനെ വ്യത്യസ്തമായിട്ട് കുറേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോ കോമ്പിനേഷൻസാണ്. അതേപോലെ ഈസി ആയിട്ടുള്ള കോമ്പിനേഷനാണ്. ഞാനിപ്പം ഇതിൽ കൊടുത്തിരിക്കുന്ന മെയിൻ ഫ്ലേവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടൊമാറ്റോയും അതേപോലെ തന്നെ തൈമുമാണ് നമ്മുടെ ഈ മുട്ടയ്ക്ക് കൊടുക്കുന്ന ഫ്ലേവർ. ബാക്കി അതിൻ്റെ കൂടെ വരുന്ന പെപ്പറും മറ്റുള്ളതൊക്കെ ഒരു അഡീഷണൽ സാധനങ്ങളാണ്. ഇത് തൈം ഉണ്ടല്ലേ, തൈം നിങ്ങൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളടുത്തുള്ള ഹേർബ്സ് ഏതാണോ ആ ഹേർബ്സ് നിങ്ങൾ പിന്നെ ഇതിലേക്ക് യൂസ് ചെയ്യുക. അത് ഡ്രൈ ആയാലും മതി, അതല്ല ഫ്രഷ് ആയാലും മതി, ഏതായാലും കുഴപ്പമില്ല, അത് യൂസ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ നമ്മളെപ്പോഴും ബ്രെഡ് തന്നെയാണ്. എന്നുവെച്ചാൽ ബ്രെഡ്, അതുപോലെ തന്നെ ചപ്പാത്തി, അങ്ങനെയുള്ള സാധനങ്ങൾ എന്നുവെച്ചാൽ മൈദ അല്ലെങ്കിൽ വീറ്റ്, ഇത് കൊണ്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള രണ്ട് സാധനങ്ങൾ കൊണ്ടുള്ള ആയിട്ടാണ് പൊതുവേ ഫ്ലേവർ. ഇതാ കണ്ടോ, തക്കാളി നല്ല കുക്കായി വന്നിട്ടുണ്ടോ, ബേബി ടൊമാറ്റോ എൻ്റെ വായിലിപ്പം തന്നെ വെള്ളം വന്നിട്ടാ. അടിപൊളി. ഓവർ കുക്കാക്കാതെ എടുക്കണം കേട്ടോ. പൊതുവേ എനിക്ക് മുട്ട ഓവർ കുക്ക് പൊതുവേ ഇഷ്ടമല്ല എന്നല്ല, കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഓവർ കുക്കാവാത്ത സാധനം. ഇതേ രീതിയിൽ കണ്ടില്ലേ, ഇതാ ഇങ്ങനെ പൊട്ടി വരുന്നതുണ്ടാ, നമ്മളെ എഗ്ഗ് പൗച്ച് ചെയ്തൊക്കെ പോലെ. അതാ, ഓ അടിപൊളി. ഇതാ ഒലിച്ചിറങ്ങുന്നുണ്ടാ ആ ടൊമാറ്റോൻ്റെ ആ സ്കിന്നോട് ഇങ്ങനെ എന്താ പറയുക, ആ കുക്കായി വന്ന് ബ്രെഡ് തന്നെ കൂടി കഴിച്ചോ. നമ്മൾ തട്ടുകടയിൽ പോയിട്ടൊക്കെ ബ്രെഡ് ഓംലെറ്റ് കഴിക്കുന്നില്ലേ, അതേപോലെ ആ തക്കാളീൻ്റെ ഫ്ലേവർ ഒരു ലൈറ്റ് പുളിയോട് കൂടി കിട്ടുമോ, പൊളിച്ച്. കണ്ടിന്യൂസ് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കുറേ തിന്നാനുള്ള ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ നമുക്കൊന്നും ആ ഡേ ഫുൾ നല്ല എനർജിയോട് കൂടി മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഐറ്റം. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്തോ. ഞാൻ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഇവിടുന്ന് വൈൻഡപ്പ് പറയാൻ പോവാം. കിഡു എന്ന് പറഞ്ഞാൽ കിഡു ഐറ്റം, നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ പറ്റുന്ന. അപ്പോൾ എല്ലാവരോടും ഇന്നത്തെ എപ്പിസോഡിൽ ഞാനിവിടുന്ന് ബബായ് പറയാണ്. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് സമ്മാനിച്ച് ഞാനിവിടുന്ന് ടാറ്റാ ബബായ് പറയുന്നു. വീണ്ടും കാണാം.